ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്താ എന്റെ ആങ്ങളൊക്കെ ഉണ്ട്. എന്താ ആഘോഷം? ആഘോഷം ഞാൻ വിചാരിച്ചതൊരു രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഒരു പാൽപ്പായസം കഴിക്കാം, വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ രാത്രി ക്ലീറ്റോയുടെ പുതിയ പ്ലാൻ. ക്ലീറ്റോയുടെ കാര്യം പറഞ്ഞ ഇപ്പൊ എന്താ പുറത്ത് പോയി ഫുഡ് കഴിക്കണം? അല്ലടി, ഇപ്പൊ എന്താണ്ട് ഒരു ഫാഷൻ ഉണ്ടെന്ന്, രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. അതായത് ഞാനും ക്ലീറ്റോയും മണവാളിനും മണവാട്ടിനും പോലെ ഒരുങ്ങി നീ താലി എടുത്ത് കൊടുക്കണം, കനകൻ എന്നെ കൈപിടിച്ച് ഏൽപ്പിക്കണം. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഒളിച്ചോടിയതല്ലേ ഇനി, അപ്പൊ മര്യാദക്കൊരു കെട്ടൊന്നും നടന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് ക്ലീറ്റോനൊരാഗ്രഹം. എനിക്ക് നാണായത് കേട്ടത്. എന്താ ഇത് എവിടെന്നാന്നറിയോ ആഗ്രഹം വന്ന? കൊറേ സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യണുണ്ട് ഇപ്പം. ആണോ? അത് കണ്ടിട്ടാണ് പുള്ളിക്ക് അങ്ങനത്തെ ഒരു പൂതി വന്നത്. അത് കൊള്ളാൻ ചേച്ചി. എന്തായാലും പിന്നെ നിങ്ങളുടെ കല്യാണം അങ്ങനെ നടന്നിട്ടില്ലല്ലോ. നല്ലല്ലേ ചേച്ചി? ക്ലീറ്റോ ഒറ്റക്കാലിൽ നിൽക്കണം, അങ്ങനെ എന്നെ മതി എന്നും പറഞ്ഞു. അത് മതി ചേച്ചി, നല്ല രസമായിരിക്കും ഒരു കല്യാണം കൂടാല്ലോ. എന്നാലും ഈ പ്രായത്തിന് കൊച്ചുത്രയായി. പിള്ളേരൊക്കെ അപ്പുറത്തിപ്പുറത്ത് നിക്കും. ഞാൻ താലിയൊക്കെ എടുത്തു വരും, ഏട്ടൻ കൈ പിടിച്ചു തരും. അടിപൊളിയായിരിക്കും. നല്ലതാ ചേച്ചി, അത് മതിന്ന് പറ. ഏട്ടാ ഏട്ടാ ഇങ്ങ് വന്നേ. വാ, ഒരു കാര്യം പറയട്ടെ. ഇത് ഉറങ്ങുമായിരുന്നു. ഇങ്ങ് വന്നേ, ചൂലിരിക്കണേ. വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ ഇപ്രാവശ്യത്തെ ആഘോഷമൊക്കെ വെറൈറ്റിയാ. ആരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു? പിന്നെ അതറിയാൻ പാടില്ലേ? വന്നേട്ടാ, ക്ലീറ്റോ ചേട്ടന് ഒരു ആഗ്രഹം വന്നു. അമ്പലത്തിൽ വെച്ച് രണ്ടാമതൊന്ന് കല്യാണം കഴിക്കണമെന്ന്. അല്ല, ഇവരുടെ കല്യാണം അങ്ങനെ നടന്നിട്ടില്ലല്ലോ, ഒളിച്ചോടി പോയതല്ലേ. അപ്പൊ അമ്പലത്തിൽ വെച്ചൊന്ന് താലി കെട്ടണമെന്ന്. അത് ആരുടെ കുഴപ്പമായിരുന്നു? ഒളിച്ചോടി പോയത് ആരുടെ കുഴപ്പമായിരുന്നു? ഞങ്ങള് ലോകം മൊത്തം അറിയിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തി കല്യാണത്തിൽ ഒരുങ്ങിയിരിക്കല്ലായിരുന്ന? അപ്പോഴേ തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങി ഓടിയത്. ഇനി വീണ്ടും ആൾക്കാരെ അറിയിക്കാനാ? അതിപ്പോ ഇത്രയും വർഷമായില്ലേ. അപ്പൊ അമ്പലത്തിൽ വെച്ച് കെട്ടാലോ ഒന്നൂടെ. അവരുടെ ആഗ്രഹമല്ലേ നടന്നു, നമ്മുടെ ആഗ്രഹം നടന്നില്ലല്ലോ. അല്ല, ഇപ്പൊ ഒന്നും അങ്ങനെ നടത്താൻ ഇപ്പൊ ആഗ്രഹിച്ചാരും ഇല്ലല്ലോ. അച്ഛനായിരുന്നു ഏറ്റവും വലിയ അച്ഛനുണ്ടാ? അമ്മ ഉണ്ടല്ലോ. അപ്പൊ അച്ഛൻ്റെ ആഗ്രഹം എന്ത്? അതങ്ങ് തീരട്ടെ. അതോടെ പപ്പ ഉണ്ടല്ലോ, പപ്പേനെ വിളിക്കാമല്ലോ. എന്തിനു പറഞ്ഞ ആളുകൾ മെനക്കെടുത്തത്? ഇപ്പൊ നീ ഈ തോന്നിയാസം കാണിക്കുമ്പോഴേ, ഈ മുതുകാലത്ത് ഈ തോന്നിയാസം കാണിക്കുന്ന കാര്യം എന്താണ്? എടി, ഈ കാര്യത്തിൽ കണ്ട് ഇനി ആൾക്കാർ അറിയും. പണ്ട് അറിയാത്തവരോട് ഇപ്പൊ അറിയും. എന്തിനു വെറുതെ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഏട്ടാ. കുറെ സിനിമാരന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെ പണ്ട് ഒളിച്ചോടി പോയവരൊക്കെ ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ട് അമ്പലത്തിൽ. അപ്പൊ ഏട്ടൻ ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കണം, ഞാൻ മാല ഇങ്ങനെ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും, അങ്ങനെയൊക്കെ. വീണ്ടും ഞാൻ ആ ദുരന്തത്തിന് കൂട്ടിക്കണം. എന്തിനാണ് ഈ പ്രഹസനങ്ങൾ? ആരെ കാണിക്കാനായിട്ട് ഇതൊക്കെ? ഒരിക്കൽ കുഴിച്ചു കൂടിയല്ല അങ്ങടെ. ഇന്നത്തെ ദിവസമേ ഞാൻ ഞെട്ടി ഉണർന്നത് അത് കണ്ടിട്ടാ. മനസ്സമാനല്ലാതെ നിങ്ങൾ എന്തോണം ആയിക്കോ. ഇനിയിപ്പോ ഞാൻ തടസ്സം നിൽക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലും നിങ്ങൾ ആയിക്കോ. അന്നത്തെ പോലെ തന്നെ നിങ്ങളുടെ തോന്നിയ ദിവസം കാണിച്ചോ. എന്നെ കൂട്ടി പിടിക്കരുത്, എനിക്ക് താല്പര്യമില്ല അതിനകത്ത്.